പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമ്മൾ ശ്രീമാൻ ഫർഹാദിന്റെ ചരിത്ര പർ ടിപ്പണി എങ്ങനെ എഴുതാം എന്നാണ് നോക്കുന്നത്. ചരിത്ര പർ ടിപ്പണി. ശ്രീമാൻ फरहाद प्रभात से लिखा हुआ घर नामक कहानी का मुख्य पात्र है श्रीमान फरहाद. ശ്രീമാൻ ഫർഹാദ് പ്രഭാത് എഴുതിയിട്ടുള്ള ഗർ എന്ന കഹാനിയിലെ പ്രധാന കഥാപാത്രമാണ് ശ്രീമാൻ ഫർഹാദ്. अपने घर को लेकर फरहाद का विचार काफी अलग है. സ്വന്തം വീടിനെ കുറിച്ചിട്ട് ഫർഹാദിന്റെ ചിന്ത വളരെ വ്യത്യസ്തമായിരുന്നു. വളരെ വ്യത്യസ്തമായ ചിന്തയുള്ള ആളായിരുന്നു ആര്? ഫർഹാദ്. അദ്ദേഹത്തിന് സ്വന്തം വീടിനെ കുറിച്ചുള്ള ചിന്തയും വ്യത്യസ്തമായിരുന്നു എന്നാണ് പറഞ്ഞത്. वह विश्वास करता है कि घर केवल उनका नहीं बल्कि घर में रहने वाले तमाम सूक्ष्म प्राणियों तथा जीवों का भी है. അദ്ദേഹം ഇങ്ങനെ വിശ്വസിച്ചിരുന്നു. എന്താണ്? വീട് കേവലം അദ്ദേഹത്തിൻ്റെത് മാത്രമല്ല, മറിച്ച് വീട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണികളുടെയും കീടങ്ങളുടെയും ഒക്കെ അവകാശമുള്ളതാണ്. എല്ലാവർക്കും അവകാശമുള്ള വീടാണ് അത്. വീട് എല്ലാവർക്കും കൂടി ഉള്ളതാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വീടാണെങ്കിൽ പോലും ആ വീട്ടിൽ എത്രമാത്രം പ്രാണികളും കീടങ്ങളും ജീവികളൊക്കെ ഉണ്ടോ അവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ആ വീട് എന്നായിരുന്നു അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. घर में उनके अलावा मनुष्य और कोई नहीं है. വീട്ടില് അദ്ദേഹത്തിനെ കൂടാതെ മനുഷ്യരായിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. घर की चिपकली मकड़ी चींटी जैसे अनेकों जीव. വീട്ടിലുള്ള ചിലന്തി, പല്ലി, ഉറുമ്പ് പോലെയുള്ള അനേകം ജീവജാലങ്ങൾ ഉസ്കെ ഗർക്കോ അദ്ദേഹത്തിന്റെ വീടിന് സ്വർഗത്തിന്റെ അനുഭവം ഉണ്ടാക്കി. അതായത് അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള പല കീടങ്ങളും പ്രാണികളും ജീവികളും ഒക്കെ അദ്ദേഹത്തിന്റെ വീടിനെ സ്വർഗമാക്കി മാറ്റി എന്നാണ് പറഞ്ഞത്. അതായത് ഫർഹാദിന് ജീവികളോടും കീടങ്ങളോടൊക്കെ വളരെ സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫർഹാദ് ആ കീടങ്ങളെയും ജീവികളെയും ഒക്കെ ആ വീട്ടിലെ അംഗങ്ങളെ പോലെ സ്നേഹിച്ചിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫർഹാദ് ബഹുത് ദയാലു ഓർ സംവേദനശീൽ വ്യക്തി ഹെ. ഫർഹാദ് വളരെയധികം ദയാലുവായ ഒരു വ്യക്തിയായിരുന്നു. വഹ് സോച്താ ഹേ ഹർ ജീവൻ അൻമോൽ ഹേ. അദ്ദേഹം ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ചിന്ത എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഓരോ ജീവിതവും അമൂല്യമാണ്. പ്രാണിയാവട്ടെ ജീവിയാവട്ടെ എന്തു തന്നെയായാലും എന്തിന്റെ ജീവനായാലും അമൂല്യമാണ് എന്നാണ്, വിലയുള്ളതാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത്. ഉസ്കി രക്ഷാ കി ജാനി ചാഹിയെ. അതിനെ രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ രക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കഹാനിമേൻ വർണ്ണിത് ഫർഹാദ് കാ സപ്ന. ഈ കഥയിൽ വർണ്ണിച്ചിരിക്കുന്ന ഫർഹാദിന്റെ സ്വപ്നം. ഈ കഥയിലെ ഫർഹാദിന്റെ സ്വപ്നം എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ ഫർഹാദിന്റെ സ്വപ്നം അദ്ദേഹത്തിന്റെ ഉസ്കെ അനോഖേ വ്യക്തിത്വ കാ ഉദാഹരണ ഹെ. അദ്ദേഹത്തിന്റെ വിചിത്രമായ വ്യക്തിത്വത്തിന് ഉദാഹരണമാണ് അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. हरे मेंढकों को हाथ में लेकर सुबह बाहर सैर के लिए निकलने वाला फरहाद इस कहानी का सुंदर दृश्य है. हरे मेंढकों को हाथ में लेकर പച്ച തവള കുഞ്ഞുങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് പ്രഭാതത്തിൽ പുറത്തിറങ്ങി നടക്കുന്ന ഫർഹാദ് ഈ കഥയിലെ ഒരു സുന്ദര ദൃശ്യമാണ്.
പ്രകൃതി पर किसी का भी अकेला अधिकार नहीं है. പ്രകൃതിയില് കിസി കാ ബി ആർക്കും തന്നെ ഇവിടെ ഏകാധിപത്യം ഇല്ല. അകേല അധികാർ നഹി ഹെ എന്നാണ് പറഞ്ഞത്. ഒരാൾക്ക് ഒറ്റയ്ക്കായിട്ട് ഇവിടെ ഏകാധിപത്യം ആർക്കുമില്ല. ആർക്കും സ്വന്തമായിട്ട് ഇവിടെ ഭൂമിയിൽ അവകാശമില്ല. മനുഷ്യനായാലും മൃഗമായാലും ഏത് ജീവജാലങ്ങളായാലും എല്ലാവർക്കും ഭൂമിയിൽ ഒരേ അവകാശമാണ് ഉള്ളത് എന്നാണ് ഫർഹാദ് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രകൃതി സബ്കാ ഹെ. പ്രകൃതി എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവരുടെയുമാണ് പ്രകൃതി. अपने इस विशाल चिंता से फरहाद हमें स्वीकार्य होता है. अपने इस വിശാല ചിന്താസെ, അദ്ദേഹത്തിന്റെ ഈ വിശാലമായിട്ടുള്ള ചിന്ത കൊണ്ട് തന്നെ ഫർഹാദ് സ്വീകാര്യ ഹോ ജാത്താ ഹെ. ഫർഹാദിനെ നമ്മൾ സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ വിശാലമായ ചിന്തയുള്ള ഫർഹാദിനെ നമ്മൾ അംഗീകരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഫർഹാദിന്റെ ചരിത്രപ്പർ ടിപ്പണിയാണ് ഇപ്പോൾ നമ്മളിവിടെ നോക്കിയത്. ഫർഹാദ് നമ്മുടെ ഘർ എന്ന കഹാനിയിലെ പ്രധാന കഥാപാത്രമാണ്. അദ്ദേഹത്തിന് എല്ലാ ജീവികളോടും കീടങ്ങളോടും ഒക്കെ വളരെയധികം സ്നേഹമായിരുന്നു. അദ്ദേഹം ഒരു ജീവിയെയും ഉപദ്രവിക്കില്ല, എല്ലാത്തിനെയും സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ ആ ജീവികൾക്കും ഫർഹാദിനോട് സ്നേഹമായിരുന്നു. ഫർഹാദിന്റെ വീട്ടിൽ ഒരുപാട് ജീവികളും പ്രാണികളും ഒക്കെ താമസിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതൊക്കെ നമ്മൾ ആ പാഠത്തിൽ പഠിച്ചതാണ്. അപ്പൊ ഇത്രയാണ് ശ്രീമാൻ ഫർഹാദിന്റെ ടിപ്പണിയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതൊന്ന് എഴുതി വെച്ചിട്ട് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് നമുക്ക് ഇതിൽ വാർത്താലാപമാണ് ചെയ്യാനുള്ളത്. നിങ്ങൾക്കത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിന് വരും. മനസ്സിലായോ? എക്സാമിന് വരുന്ന ക്വസ്റ്റ്യനാണ് വാർത്താലാപമൊക്കെ. ആ സമയത്ത് നിങ്ങൾക്ക് വാർത്താലാപം ചോദിക്കാൻ സാധ്യതയുള്ളത് ഫർഹാദും ചിപ്പക്കലിയും തമ്മിലുള്ള വാർത്താലാപം ചോദിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ മക്കടിയും ചിപ്പക്കലിയും തമ്മിലുള്ള വാർത്താലാപം ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ചിപ്പക്കലിയുടെ ഡയറി അല്ലെങ്കിൽ ഫർഹാദിന്റെ ഡയറി അങ്ങനെയൊക്കെ ഒന്നുകൂടെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഏറെയും ക്വസ്റ്റ്യൻസ് വരുന്നത് ഡയറി എഴുതുക, പത്രം എഴുതുക, പഠിക്കഥ, വാർത്താലാപ് അതൊക്കെ എഴുതാനാണ് ക്വസ്റ്റ്യൻസ് ഏറെയും ചോദിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതുപോലെ ഒരു വാർത്താലാപം എഴുതി നോക്കാം. ഫർഹാദും ചിപ്പക്കലിയും തമ്മിലുള്ള ഒരു വാർത്താലാപം നമുക്ക് അടുത്ത ക്ലാസ്സിൽ തയ്യാറാക്കി നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ.